തുടർഭരണം വേണം. ഈ ഭരണത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ, നല്ലതല്ലേ? പറയുന്നവരുണ്ട്. ഇവരില്ലെങ്കിൽ ഇനി വരുന്നതാരോ കോൺഗ്രസ്, അവർ തമ്മിലുള്ള അടി തീർത്തിട്ട് തന്നെ തീരുന്നില്ല. അപ്പൊ ഇതിങ്ങനെ പോയിക്കോട്ടെ, അതല്ലേ നല്ലത്. അപ്പം കമ്മ്യൂണിസ്റ്റിൽ അടിയില്ല, അടി പുറമേക്കില്ല, ഉള്ളിലുണ്ടാവുമായിരിക്കും. അതിപ്പോ ഏത് കുടുംബത്തിലുള്ള അടി, ഏത് കുടുംബത്തിൽ അടിയില്ലാത്ത? എന്തായാലും ഒരു പുറത്തേക്ക് വരുന്നില്ലല്ലോ. അങ്ങനെ തുടർഭരണമാണെങ്കിൽ ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി? പിണറായി തന്നെ, വേറെ ആര് വരട്ടെ, മൂപ്പരെന്നെ വരട്ടെ. പിണറായി ഫാൻസ് ആണ്. അതെ, ഷുവറായിട്ടും. പിണറായി അല്ലാതെ മറ്റൊരു മുഖത്തിനെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ടീച്ചർ മുഖം കാണുന്നില്ല. പിണറായി ഓക്കെ. സ്ത്രീകൾ വേണ്ടേ? സ്ത്രീകളാണെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രി ഇല്ലേ, വീണ ജോർജ് അല്ല ശൈലജ, ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ അതൊക്കെയാണ്. പേര് എൻ്റെ പേര് മുസ്തഫ. ഒരു മാറ്റം പറഞ്ഞു. മാറ്റം അനിവാര്യമാണോ? ആ മാറ്റം പറഞ്ഞിട്ട് പൊക്കോളൂ. മാറ്റം വേണോ ചേട്ടാ? വേണം. ഇടയ്ക്ക് മാറിയാലേ ഒരു ചേഞ്ച് വേണം. 10 വർഷം അടുത്തോ? മടുത്ത്. അപ്പൊ UDF വന്നാൽ എന്ത് മാറ്റം കൊണ്ടുവരാന്ന് കുറെ വിചാരിക്കുന്നു? മാറ്റങ്ങൾ അവൾ വരുത്തും. അവർ മോശമായിട്ടല്ല, ഒരു മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ് പൊതുജനങ്ങളെ. മോശമായിട്ടല്ല, ഒരു മടുപ്പ്. ആരൊക്കെയാണ് സൗത്തിലെ സ്ഥാനാർത്ഥികൾ? നേതാവിനെ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എന്റെ നേതാവ് ആരായിരിക്കും ഇപ്പം ഭരണത്തിൽ വരേണ്ടത്? ഭരണത്തിൽ വരേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ തന്നെ. വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് പിണറായി തന്നെ മതി. ഇനിയും മതിയല്ലോ, അദ്ദേഹത്തെ വേണ്ടാന്ന് പറയാനുള്ള കാരണങ്ങളല്ലേ ഇല്ലാത്തത്. ആൾക്കാരങ്ങ് മടുത്തെന്ന് പറയുന്നല്ലോ ഈ 10 കൊല്ലം കൊണ്ട്. പറയുന്നവർക്ക് കാരണം പറയട്ടെ, അവർ മടുക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം കാണണമല്ലോ, അത് എണ്ണി പറയട്ടെ. അല്ലെങ്കിൽ ഇതിന് 10 വർഷം മുമ്പ് നടന്ന ഭരണത്തെ കുറിച്ചിട്ടും ഇപ്പോഴത്തെ ഒരു രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് അവർ പറയട്ടെ. അങ്ങനെ ഒരു 3 പോയിന്റ് അങ്ങ് പറഞ്ഞേ. ഞാൻ 3 കുട്ടികളുടെ അമ്മയാണ്. അവർ 3 പേരും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആദ്യം ഇംഗ്ലീഷ് മീഡിയം, ഇപ്പം മൂത്ത ആൾ +2 എത്തിയിട്ടുണ്ട്. അപ്പോൾ അവളെ ഞാൻ പ്രൈവറ്റിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യാസം എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഞാൻ 10 വർഷം കോയമ്പത്തൂർ താമസിച്ചതാണ്. അപ്പോൾ അവിടുത്തെ പ്രൈവറ്റ് സ്കൂളിലാണ് മോള് പഠിച്ചത്. അവിടുത്തെ പ്രൈവറ്റ് സ്കൂളിനും ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളും വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും എന്തുകൊണ്ടും ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂൾ തന്നെയാണ് നല്ലത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയാണ് മുന്നോട്ട് വെക്കുന്നത്. വിദ്യാഭ്യാസമാണോ ആരോഗ്യമാണോ എന്നല്ല, ഇതിനകത്ത് ഏതാ? ഒരെണ്ണം പറയണം. ഒന്നിനും വില കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ഗതാഗതമുണ്ട്. ഒന്നിനും ഒരു മോശം പറയാനേ എൻ്റെ ഭാഗത്തില്ല. UDF വരാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഒരു മുഖ്യമന്ത്രി ആയിട്ട് വരാൻ പറ്റിയ സാധ്യത സതീശൻ തന്നെ വരിക. ചെന്നിത്തല ഉണ്ടല്ലോ, അതൊരു കുറച്ച് ടൈം മാറ്റും. കോൺഗ്രസിൽ തമ്മിലൊരു ഫൈറ്റ് ആണല്ലോ. എന്നാലും ചെറിയ ഫൈറ്റ് മാറും. അങ്ങനെയാലും കോൺഗ്രസിൽ മാറ്റം വരും. ഏതാണ് മണ്ഡലം? നാദാപുരം. ഒരു ഗ്ലാമറസ് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആർക്കാ ഇത്തവണ വോട്ടെന്ന് ചോദിക്കുന്നില്ല. UDF ചോദിക്കട്ടെ, ഉത്തരം പറഞ്ഞു. UDF ഭരണത്തിൽ വരുമോ? ഉറപ്പാണ്. ഞാൻ ബേപ്പൂർ റിയാസിന്റെ മണ്ഡലത്തിലാണ്. റിയാസിന്റെ മണ്ഡലം ഒരു ഹൈ പ്രൊഫൈൽ മണ്ഡലം. അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ്? LDF അനുകൂലമാണ്. LDF അനുകൂലമാണ്. തുടർഭരണം ഉണ്ടാകുമെന്നാ പറയുന്നത്. ഉണ്ടാവേണ്ടതാണ്. ഇപ്പോഴത്തെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ.